ഹലോ, നമ്മളപ്പോൾ കാറൊക്കെ വാഷ് ചെയ്ത് ഓൾ സെറ്റ് ടു ഗോ അതിരപ്പള്ളി. എൻ്റെ ഫ്രണ്ട്സ് ഇതുവരെ എത്തിയിട്ടില്ല. അവരൊരു 10:30 ഒക്കെ ആകുമ്പോൾ എത്തുന്ന പറഞ്ഞത്. ഓക്കെ, ബാക്കി നമുക്ക് അവർ വന്നിട്ട് കാണാം. അതിരപ്പള്ളി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഒരു പർച്ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഹലോ, ഇവലിൻ നമ്മളിപ്പോൾ സംഭവം വാങ്ങി ഞങ്ങൾ ബില്ല് ചെയ്തിട്ട് ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. ഇന്ന് റംസാൻ കഴിഞ്ഞതിന്റെ തിരക്കാന്ന് തോന്നുന്നു. ഫുൾ ആൾക്കാർ എല്ലാവരും ഉണ്ട്. ലൈക്ക് തമിഴ്നാട് മൊത്തം ഇവിടെ ഉണ്ട്. യെസ്, റംസാൻ നിലാവി എന്നുള്ള പാട്ടായാലോ. നമ്മൾ പ്ലാൻ മാറ്റി നമ്മളിപ്പോൾ നേരെ വാഴച്ചാലാണ് പോകുന്നത്. ബിക്കോസ് അതിരപ്പള്ളിയിൽ കാല് കുത്താനുള്ള സ്പേസ് ഇല്ല, അത്രയ്ക്കും തിരക്കാണ് അതിരപ്പള്ളിയില്. വാഴച്ചാല് പോയി നോക്കാല്ലേ. ഞങ്ങൾ സ്നാക്സും കൂടെ കാർഡുകൾ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ നമ്മുടെ പ്ലാൻ മാറ്റി. ഇപ്പൊ നമ്മൾ വാഴച്ചാൽ പോയോണ്ടിരിക്കാണ്. ഓക്കെ, കാണൂ. കണ്ടു എന്തൊക്കെയോ പേടിക്കാൻ നൽകിയ ഡ്രൈവിംഗ് സ്കിൽസ്. ഇപ്പോൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനെത്തി. എസ്തറും വിലീനും ഇവിടെ കൂടെ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് വാഴച്ചാലിന്റെ എൻട്രൻസ്. പാല് പോലത്തെ വെള്ളച്ചാട്ടല്ലേ ഇതിനെയാണ് പാലരുവി എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ വെള്ളച്ചാട്ടം? എങ്ങനെയുണ്ട് മങ്കി? ഇഷ്ടായോ വെള്ളച്ചാട്ടം? ഞങ്ങളിപ്പോ വാഴച്ചാൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറെ നാളായി ഒരു അതിരപ്പള്ളി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. കാരണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഒന്നാമത് വണ്ടി നമുക്ക് ആർക്കും തന്നയക്കില്ലായിരുന്നു. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ ഇപ്പൊ പഠിച്ച് സെറ്റായി വന്നതേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ഇന്നാണ് ഞങ്ങൾക്കൊന്ന് വണ്ടി കിട്ടിയതും. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. താങ്ക് ഗോഡ്. അതെ, സർവേഷന് നന്ദി പറയണം. ഞാൻ ഇതിന് വന്നിട്ടുണ്ട്, പക്ഷെ ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ്. നിനക്ക് എന്താ പറയാനുള്ളേ? വളരെയധികം സന്തോഷം തോന്നുന്നു. പക്ഷെ മുഖത്ത് ഫുൾ ദുഃഖാണല്ലോ. നമുക്ക് വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് വെച്ച് കാണുന്നത് ഞങ്ങൾക്ക് ഇതാണ്. ബിക്കോസ് നല്ല വെയിലായോണ്ട് എണീറ്റ് നടക്കാൻ വയ്യ. അത്ര അധികം തിരക്കെന്ന് പറയാൻ ഇവിടെ ഇല്ല. പക്ഷെ അതിരപ്പള്ളിയില് മഴക്കാലം ആക്ച്വലി വെരി ഗുഡ് ആവും തോന്നുന്നു. ഇങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഇത് വേനൽക്കാലത്തും ഇത്രയധികം വെള്ളം ഉണ്ട് കേട്ടോ. മഴക്കാലത്ത് ഒന്നും പറയണ്ട, പ്രളയത്തിന്റെ വെള്ളമായിരിക്കും. ഞങ്ങള് വാഴച്ചാലിന്ന് ഇറങ്ങാണ്. ബിക്കോസ് ഇവിടെ അത്രയധികം കാണാനൊന്നുമില്ല. വാഴച്ചാല് ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം ചെറുത് മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ അതിരപ്പള്ളി ഞങ്ങൾ തിരക്കില്ലെങ്കിൽ കയറും. തിരക്കുണ്ടെങ്കിൽ ഞങ്ങൾ കയറാൻ ചാൻസ് ഇല്ല. കാരണം ഭയങ്കര ക്രൗഡാ, ഒടുക്കത്തെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളിപ്പോ തുമ്പൂർമൊഴിയിലെത്തി. ഇനി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ 2 ചേച്ചിമാരെന്തോ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ അത് എന്താന്ന് ചോദിക്കാൻ പോവാണ്. ഭാഷാ പ്രാവീണ്യമുള്ള എസ്തർ എന്തൊക്കെയോ അവരോട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ. சாப்பாடு பிரியாணியா? சாதம். எங்க ஊரு? நெய்வேலி, அரியலூர் மாவட்டம். தெரியுமா? தமிழ் தெரியும் கொஞ்சம். எங்க படிச்சு? சலயத்துமேரி. ഞങ്ങളും ക്രിസ്ത്യൻ താ. நல்ல பயங்கர கோயில் கேரளா சர்ச் நல்லா இருக்கு. ஆனா எங்க ஊர்ல நல்லா பெருசு கோவில். இங்க ஆனா சின்னதா இருந்தா நல்லா இருக்கு. பெருசா இருக்கு. அந்த டவுன் பக்கம் போனா பெருசா இருக்கு. ரொம்ப ஸ்பெஷலான இருக்கு. நீங்க அப்ப எங்க ஸ்டே பண்ணீங்க? நாங்க அங்க ஒரு சர்ச்சில தான். சர்ச் அப்படியே கறி வீடு இருக்குது. ഇത് ഇവരുടെ സാമ്പാർ, രസവും തമിഴ്നാട് സ്റ്റൈലില്. തമിഴ്നാട് സ്റ്റൈലാണ് ഫുൾ. സാമ്പാർ, രസം സെയിം. மீன் கறி. மீன் குழம்புன்னு சொல்லுவாங்க. ஆமா,
വത്തക്കുഴമ്പ് വത്തക്കുഴമ്പില്ല. ഞങ്ങളിപ്പോ തുമ്പൂർമൊഴി എൻട്രൻസ് ഫീസ് ഒക്കെ കൊടുത്തു. ഇവിടെ എൻട്രൻസിന് 20 റുപ്പീസാണ് ഒരാൾക്ക്. നമ്മൾ എൻട്രൻസ് ഫീസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ തുമ്പൂർമൊഴി അകത്തേക്ക് കയറി. നട്ടുച്ച നേരത്ത് ഈ തുമ്പൂർമൊഴി ഒക്കെ വരിക ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് നല്ല പൊരിഞ്ഞ വെയിലാണ്. കണ്ടു നോക്കാം. കണ്ടോക്കട്ടെ. അതെ, വന്നേ ഉള്ളൂ. വെയിലില്ലാത്തോണ്ട് കുട എടുക്കേണ്ട ആവശ്യം വന്നു. ഇത്ര വെയിലൊന്നും എനിക്ക് ഇഷ്ടമല്ല ബേസിക്കലി. ഇത് ഭയങ്കര വെയിലാണ് ഇവിടെ. നട്ടുച്ചയ്ക്ക് തുമ്പൂർമൊഴി ആരും വരരുത് പ്ലീസ്. അവിടെ ആ കുട്ടികൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇനി കുറച്ച് നേരം റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ബൈ. ഞങ്ങൾ കുറച്ച് നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഡാൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പണിയല്ല. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവലിനോട് ചോദിക്കാം. ഇവലിനെ ഡാൻസ് കളിച്ച് പറ്റുന്നില്ല. സ്റ്റെപ്സ് കോമഡി ആയിട്ട് വരികയാണ് ഞങ്ങളുടെ. എടുത്തില്ലല്ലോ എന്നൊരു സങ്കടമാവും. ഇല്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ വയ്യ ഗൈസ്. ഇവർക്ക് രണ്ടുപേർക്കും ഡാൻസ് കളിച്ചേ പറ്റൂ. നിങ്ങൾ പറ, നിങ്ങളുടെ വ്ളോഗ് ശരിയാണോ? എനിക്ക് ഡാൻസ് കളിക്കാൻ വയ്യ. നോ താങ്ക്സ്, എനിക്ക് ഡാൻസ് കളിക്കാൻ വയ്യ. ഇവര് ഭയങ്കര ടഫ് സ്റ്റെപ്സ് കളിക്കുന്നത്. എനിക്ക് സിമ്പിൾ സ്റ്റെപ്സ് വേണം. അത് പറ്റില്ല. തുമ്പൂർമൊഴിയിലുണ്ടല്ലോ ഫിഷ് പായ് ഉണ്ട് കേട്ടോ. എത്ര? അഡൾട്ടിന് 50 റുപ്പീസും ചിൽഡ്രന് 30 റുപ്പീസും. ചെയ്യാൻ പാടും. റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അറിയാലോ. അപ്പൊ പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ റീൽസിലൊക്കെ. എല്ലാവരുടെയും കാല് ചെയ്യുന്നതല്ല. അപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ചെറിയൊരു വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലഡ് ത്രൂ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആകുന്നു. കാലൊക്കെ ആംബ്യൂട്ട് ചെയ്ത് കളയുന്നത് കേട്ടിട്ടുണ്ട്. അതാരണം ഞങ്ങൾ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ കയ്യിൽ. കുളത്തിലൊക്കെ പോയി ചെയ്യുന്നത് നല്ലതായിരിക്കും. അറ്റത്തൂടെ ആൾക്കാർ നടന്ന് പോയാണോ? ഓക്കെ, കണ്ടോ? ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. പെട്ടെന്നായിരിക്കും ഇവിടെ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് ഫുൾ വെള്ളം നിറയുക. അപ്പോൾ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ആൾക്കാർ കുടുങ്ങിയ സംഭവമൊക്കെ. അതിങ്ങനെയാണ്. ഇവരിങ്ങനെ നടന്നപ്പുറത്തെത്തി കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും വെള്ളം തുറന്നു വിടുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കുടുങ്ങും. അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ബാഡ്. തുമ്പൂർമൊഴിയിൽ ഇങ്ങനെ ജസ്റ്റ് വെറുതെ കുറച്ച് നേരം കാറ്റ് കൊള്ളാതിരിക്കുകയാണ്. വെയിലത്ത് കാറ്റ് കൊള്ളാനിരിക്കുന്നു. ഇവിടെ പക്ഷേ ആക്ച്വലി കുറച്ച് തണലുണ്ട് കേട്ടോ. നമുക്ക് തിന്നാൻ പോലെ വിശപ്പുണ്ടല്ലോ. ഒരു ജ്യൂസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നല്ലൊരു തണ്ണിമത്തൻ ജ്യൂസ് അല്ലെങ്കിൽ അല്ലേ അപ്പം തണുത്തെന്തെങ്കിലും. അതിവിടെ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം. ബിക്കോസ് ഇതുവരെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സമയം 2:30 കഴിഞ്ഞു. നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിച്ചു വന്നാൽ ജസ്റ്റ് ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചു. പക്ഷെ ഞങ്ങളൊന്നും ഫുഡായിട്ടൊന്നും കഴിച്ചില്ല. അപ്പം ഇനി അതെ, ഇനി ഞങ്ങൾ ചാലക്കുടിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. ഫുഡ് കഴിക്കാൻ പോവാ. നമ്മളെല്ലാം എടുത്തോ അവിടുന്ന്? ഇതല്ലല്ലോ കോട എടുത്തോ? കോടയല്ലേ ഇവിടെ. ആനനെ കാണാൻ പറ്റുമോ? ഈ പറമ്പിലാണോ നോക്കുന്നത്? അപ്പുറത്തൊരു വഴിയുണ്ട്. ആ പറമ്പിലാണെങ്കിൽ കറക്റ്റ് ആന ഉണ്ടായാണ്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ചാലക്കുടിയിൽ എത്തി. ഞാൻ നൊയിമ്പായതുകൊണ്ട് എന്താ ഓർഡർ ചെയ്തത്? സെഷ്വാൻ വെജ് നൂഡിൽസ് ഓർഡർ ചെയ്തു. ഇവർ പൊറോട്ടയും പിന്നെ ഞങ്ങൾ കേരളത്തിലാണ് ചിക്കനായിട്ട്. അവർക്ക് നോൺ വെജ് ഓർഡർ ചെയ്യാം. ഞാൻ പാവം വെജിൽ അവിടെ ഒതുങ്ങി കൂടാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു കഴിഞ്ഞു. എൻ്റെ സെഷ്വാൻ വെജ് നൂഡിൽസ് വന്നു. ഇവരുടെ പൊറോട്ട ആൻഡ് ഗാർലിക് ചിക്കൻ. സോ നമുക്കിനി കഴിച്ചിട്ട് കാണാം. പക്ഷേ നൂഡിൽസ് അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, നോർമലി ആകുമ്പോൾ കഴിക്കാറുണ്ട്. ഇവിടുത്തെ നൂഡിൽസ് ഇഷ്ടമാണ്. സൂപ്പറാണ്. ഇനി എന്താ പരിപാടി? ഞങ്ങളിപ്പോൾ മാക്സിലെത്തി. ചുമ്മാ വെറുതെ കുറച്ച് സമയം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചിലവഴിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ മാക്സിൽ കറങ്ങി നടക്കലായിരുന്നു. അതെൻ്റെ ഐഡിയ ഇരുന്നിട്ടോ. ഐഡിയ ഇവളുടെയാണ്. അങ്ങനെ ഞങ്ങൾ മാക്സിൽ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ എന്തൊക്കെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ആവശ്യമുള്ളവർ ചെക്കൗട്ട്.
എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഫോട്ടോ എടുത്താലോ? എന്താടി കയ്യിലെടുത്ത് പിടിച്ചാ? അടിച്ചു മാറ്റാനുള്ള പ്ലാൻ ആണോ? എന്താ ചോമു? ഇത് ഞാൻ എടുത്താലോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതോ മേടിച്ചേക്ക്. വേണ്ട, ഭംഗിയില്ല. ഭംഗിയുണ്ടോ? ഇല്ല, എന്നെ ഓഫീസിൽ തരില്ലെന്നിട്ട് വിളിക്കണം. ആര് ജനീലയെ മാറിയപ്പോ ഡെലുലു ആയോ? ഞാൻ ജിനിലാണ്. ആൾക്കാരെന്നെ ഡെലുലു എന്ന് വിളിക്കുന്നു. ഇതൊക്കെ അവള് ഇട്ടിട്ട് തരും. ജനീല, ഒരു ജനീലയുണ്ട്, ഡെലുലു ഉണ്ട്, നയൻതാരയുണ്ട്, സാമന്ത. ഇത് സാമന്ത. ആരെ ഇവരിങ്ങനെ വിളിക്കണേ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. നാട്ടുകാർ കോപ്പാണ് വെറുതെ, ചുമ്മാ. ആര് വിളിച്ചില്ലെങ്കിലും ആരവരെ സ്വയം അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഔട്ടിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു, ഇവര് തിരിച്ച് വീട്ടിലേക്ക് പോകാനായി. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നമ്മള് എന്നാ കാണാന്നറിയില്ല. സോ അത് പറയും. അതുവരെ ബൈ ബൈ. നമസ്കാരം.